എന്തോ ചേടകളോ അർത്ഥം എനിക്കറിയത്തില്ല. എന്തായാലും ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞിറങ്ങും. എന്തായാലും അത്ര നല്ല എപ്പോഴെങ്കിലും ഇറങ്ങാൻ ഞാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ആലും ഉപയോഗിക്കും. നീ ആലും ഉപയോഗിക്കും യാസറെ. നമ്മൾ അതെന്തിനാ ഇതെന്തിനാ ഇത് കാണുന്നവരെന്ത് വിചാരിക്കും എന്തുവാടെ ഇവനിക്ക് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു. ഞാനും ചെയ്യാൻ റെഡിയാണ്. ആരുടെ ആരും എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ മൂന്ന് ഇട്ടിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇട്ട് അവരവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? ആണ് പൗണ്ടാണ് കൂടുതൽ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സ്വയം നാറാതിരും. അതുപോലെ ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, അതിൽ നമുക്കെല്ലാവർക്കും സങ്കടമുണ്ട്. അതിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനും അത് കേട്ടപ്പം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താക്കരുത്, കള്ളക്കഥകളുമായിട്ട് എന്താക്കരുത് വരാൻ നിൽക്കരുത്. പിന്നെ ഏതൊക്കെ അപ്പുറത്തപ്പുറന്നൊക്കെ ഓരോ മറ്റേ എന്താ ചേടകൾ എന്തൊക്കെ സംസാരിക്കുന്നു ഞാൻ മറുപടി കൊടുക്കേണ്ട ആളല്ല, അതിന്റെ ആവശ്യമില്ല. അത് ആ പറഞ്ഞത് മുസ്തഖീം സലീമിനെ കുറിച്ചാണ് കേട്ടോ. അത് മുസ്തഖീം സലീം റിപ്ലൈ കൊടുത്തോളൂ, അത് എന്റെ വിഷയമല്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ അരുണിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് അതിനകത്ത് യാസർ ദ മാസ്റ്റർ എന്നെ പറ്റിയിട്ടൊരു അഭിസംബോധന ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. ചേടകൾ കണ്ട അവിടെ എവിടെയും കിടക്കുന്ന ചേടകൾ പറയുന്നതിന് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് മനസ്സില്ലെന്ന്. യാസറെ നിനക്ക് നല്ല പേടിയുണ്ടെന്നറിയാം. കാരണം അരുണിന് റിപ്ലൈ കൊടുക്കാനേ നിനക്ക് സാധിക്കും. എന്നോട് റിപ്ലൈ കൊടുക്കാൻ മുട്ടി വിറയ്ക്കുമെന്ന് എനിക്കറിയാം. കാരണം എന്താ പറയുക, കാരണം പറ്റത്തില്ല യാസറെ. കാരണം നമ്മൾ രണ്ടും നിൽക്കുന്നത് ഒരേ ഫീൽഡാണ്. അപ്പം ആ ഫീൽഡിലെ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നെല്ലാം നിനക്കും അറിയാം, എനിക്കും അറിയാം. അപ്പം നീ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ ഞാൻ അതങ്ങോട്ട് എടുത്തങ്ങിടും കേട്ടോ. ധൈര്യം ഉണ്ടോ യാസറെ പറയാൻ? നീ സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. സ്റ്റിറോയിഡിനെ പറ്റിയിട്ട് യാസറെ ഇന്ന് വരെ നീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ? സ്റ്റിറോയിഡ് യൂസ് ചെയ്തതിനെ പറ്റിയിട്ടായാലും അതിൽ സ്റ്റിറോയിഡ് കൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നും സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യും. കാരണം ഞാനത് ഉപയോഗിച്ചിട്ടുള്ള ആളായതുകൊണ്ടും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്യാൻ ഞാൻ ഇനിയും ബാധിച്ചനാണ്. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളെ ഹെൽത്ത് നശിപ്പിക്കത്തില്ല. ഞാനായിക്കോട്ടെ, നീ ആയിക്കോട്ടെ. ഇപ്പം അരുണിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്നത്. എവിടാണ് യാസരാവൻ പറഞ്ഞു പറ്റിക്കുന്നത്? എന്ത് കാര്യത്തിലാണ്? ഞാനും നീയും ഒരു സമയത്ത് അരുണിനെ വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും നീയും ഒരുമിച്ച് ഒരു സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അരുണിനെ വിമർശിച്ചു, ജനങ്ങളെ പറ്റിക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്ക് എവിടെയാണ് അവൻ പറ്റിക്കുന്നത്? അരുൺ എവിടെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത്? അവൻ സ്റ്റിറോയിഡ് അടിച്ച് ബോഡി ബിൽഡ് ചെയ്യലെന്ന് പറയുന്നതാണോ? സ്റ്റിറോയിഡ് ബോഡിക്ക് കേടാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സ്റ്റിറോയിഡ് യൂസ് ചെയ്ത് കോമ്പറ്റീഷൻ ഇറങ്ങി ഇപ്പം മിസ്റ്റർ കേരള ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഇവരാരും എന്തുകൊണ്ട് ഇതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാത്ത? സ്റ്റിറോയിഡിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നില്ല? പബ്ലിക്കിൽ വന്നിട്ട് അത് യൂസ് ചെയ്യലെന്ന് അവർ സംസാരിക്കുന്നില്ല. നാളെ അവർക്ക് വീണ്ടും കോമ്പറ്റീഷൻ ഇറങ്ങേണ്ടുള്ളതാണ്. അതിനെ പറ്റിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു കാലത്ത് ഒരു കോമ്പറ്റീഷൻ ഇറക്കത്തില്ല. അവരെ അടിച്ച് താത്ത് കളയും. അതുകൊണ്ടാണ് ഒരു മീഡിയാസിൻ്റെ മുമ്പിൽ വന്നിട്ടും സ്റ്റിറോയിഡ് ഉപയോഗിക്കല് അതിനെ പറ്റിയിട്ടൊന്നും പറയാത്തത്. പക്ഷെ അവരെ ആ പ്രൊഫഷൻ വിട്ട് കഴിയുമ്പോഴത്തേക്ക് മിക്കുള്ള ആൾക്കാരും വന്ന് സംസാരിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്, ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെ പറ്റിയിട്ട്. അപ്പോഴേക്കും അവർ പ്രൊമോട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവൻ പറയുന്നതിൽ കാര്യമുണ്ട്, അരുണ് പറയുന്നതിൽ കാര്യമുണ്ട്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അറിയാതെ ഇതിലോട്ട് സ്വയമേ ഇത് മറ്റുള്ളവരെ കണ്ടിട്ട് ഇതിലോട്ട് ഇത് മോട്ടിവേഷൻ ആയിട്ട് ചെന്ന് എടുക്കുന്ന ഒരുപാട് അനിയന്മാർ ജിംനേഷ്യനുകളിലുണ്ട്. എനിക്കറിയാം യാസറെ. ഇപ്പോൾ യാസർ നിൽക്കുന്ന ജിമ്മിൽ തന്നെ യാസർ തന്നെ എത്ര പേർക്ക് ഇത് മേടിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, ഇത് ഉപയോഗിപ്പിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എത്ര പേർക്ക് ഇത് ചെയ്യുന്നുണ്ടായിരിക്കും? ധൈര്യമുണ്ടോ യാസറെ വീടിന് മുമ്പിൽ വന്നിട്ട് പറയത്തില്ല? പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ ജിമ്മിലെ ആൾക്കാർ എതിര് നിൽക്കുമെന്ന് അറിയാം. പല ആൾക്കാരും എതിര് വന്ന് കമന്റ് ഇടുമെന്ന് അറിയാം. അതുകൊണ്ട് യാസർ പറയത്തില്ല. അരുണ് പറഞ്ഞത് ഓക്കെ, അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ തിരുത്താൻ തയ്യാറായതും ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട്. കാരണം എനിക്കറിയാം, ഞാനിത് ഉപയോഗിച്ച് ഇതിൽ ഒരുപാട്, കാരണം സൈഡ് എഫക്റ്റിലോട്ട് പോകാൻ നിന്ന സമയത്ത് പോലും ഞാൻ അതൊക്കെ കാരണം സൈഡ് എഫക്റ്റ് ഞാൻ മുമ്പേ ഉള്ള വീഡിയോസിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൈഡ് എഫക്റ്റിലോട്ട് ബോഡി അറിയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാവുന്ന ടെൻഷനും നമുക്കുണ്ടാവുന്ന പേടിയെ കൊണ്ടല്ലോ.
അത് വല്ലാത്തൊരു ഇതാണ്, ആ സിറ്റുവേഷൻ വല്ലാതെ. പിന്നെ അതിനെങ്ങനെയും നമ്മൾ തരണം ചെയ്ത് ഓവർകം ചെയ്ത് കൊണ്ടുവരുമെന്നാണ് കേട്ടോ. എന്തായാലും അത് അത്ര വലിയ ഇതിലോട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് കീപ്പ് ചെയ്ത്. അമിതമായിട്ടുള്ള ഡോസ് ബോഡിക്ക് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മൾ ഈ ബ്ലഡ് പ്രഷർ കൂടാനും അത് മരണത്തിലേക്ക് തന്നെ നയിക്കും. അതിൽ വേറൊരു ഇതുമില്ല കേട്ടോ. പിന്നെ ഒരുപാട് വേറുള്ള ശരീരത്തിലുണ്ടാകുന്ന പല പല ഇതും നേരിടേണ്ടി വരും. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ നാച്ചുറലായിട്ട് നിങ്ങൾ ബോഡി ബിൽഡ് ചെയ്യാൻ പറഞ്ഞതിലൊന്നും ഒരു തെറ്റായിട്ട് എനിക്ക് അതിന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ അതിന് എതിരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതൊക്കെ. ഓക്കെ, അതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കിടപ്പുണ്ട്, പോയി കാണും. അപ്പം ഇതുപോലെ ചുമ്മാ വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് ചലഞ്ച് പറയുക, 2 മാസം കൊണ്ട് ബോഡി, ഇപ്പോൾ യാസർ പറഞ്ഞല്ലോ അവിടെ എവിടെയും കിടക്കുന്ന എന്തോ ചേടകളോ അർത്ഥം എനിക്കറിയത്തില്ല, എന്തായാലും ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞറിഞ്ഞേ. എന്തായാലും അത്ര നല്ല വേടാന്ന് എനിക്ക് തോന്നുന്നില്ല. ചേടകൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് മനസ്സിലെന്ന് പറയുന്നുണ്ടല്ലോ. യാസറെ, നീയാണ് വന്നിരുന്നിട്ട് 2 മാസം കൊണ്ട് ഒരു ബോഡി ബിൽഡ് ചെയ്ത് നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കുമെന്ന് നീയാണ് പറഞ്ഞത്. അപ്പോൾ അതിന് എതിരെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് എവിടെ നാച്ചുറലായിട്ട്, ഇവിടെ മരുന്ന് എൻഹാൻസ്ഡ് പോലത്തുള്ള സ്റ്റിറോയിഡ് പോലത്തുള്ള മരുന്ന് യൂസ് ചെയ്താൽ പോലും 3-4 മാസം കൊണ്ട് ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് നാച്ചുറലായിട്ട് 2 മാസം കൊണ്ട് ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഞാൻ സംസാരിച്ചത് എനിക്ക് മാത്രം വേണ്ടിയിട്ടല്ല. നിന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിലെ ഓരോ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ സംസാരിച്ചത്. അതിന് ഇത് ഉത്തരം പറയേണ്ട ബാധ്യത ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എന്നെ ചേടകളെന്ന് വിളിച്ചല്ലോ. ആ വീഡിയോ കാണുന്ന എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയാണ് യാസർ അങ്ങനെ വിളിച്ചത് ചേടകളും. ഞാൻ ഉൾപ്പെടെ ആ വീഡിയോ, യാസറെ നിന്റെ വീഡിയോ കണ്ട് നിന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയാണ് നീ ചേടകളെന്ന് വിളിച്ചത്. 2 മാസത്തെ ചലഞ്ച് വീഡിയോ പറഞ്ഞ് ആ സമയത്ത് എന്തോ പിന്നെ വന്നിട്ട് ഇതുപോലെ കുറേ സെൻറ്റി അടിച്ച് കുറേ, ആ സമയത്ത് ഞാനും കണ്ടായിരുന്നു, സെൻറ്റി അടിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ശരിയാണ്, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്നിട്ട് തന്നെ അപ്പം ആ സമയത്ത് വന്ന് വീഡിയോ ഇടല്ലായിരുന്നു, അതായിരുന്നു വേണ്ടുന്നത്. അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമായിരുന്നു. ഇതുപോലെയൊക്കെയാണ് എക്സ്പ്ലനേഷൻ കൊടുത്ത് 2ാമത്തെ ദിവസം പിന്നെ ഇടുന്ന വീഡിയോ ഒക്കെ എന്തൊരു വീഡിയോ ആണ്. ആ വീഡിയോ, അങ്ങനെയുള്ള വീഡിയോ ഇടാൻ കൊള്ളാം. അപ്പം എക്സ്പ്ലനേഷൻ തന്ന് ഇതുപോലെ അങ്ങനെയൊക്കെ സംഭവമാണ്. അപ്പം വൈഫിൻ്റെ വാപ്പാടെ കാര്യവും അതുപോലെ ഉമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, അതിൽ നമുക്കെല്ലാവർക്കും സങ്കടമുണ്ട്. അതിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനും അത് കേട്ടപ്പം ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫാദർ ഈ ഒരു 6-7 മാസം മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കും സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഞാനും ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചുമ്മാ ഈ ചലഞ്ച് ഏറ്റെടുത്ത ഒരാൾ വന്നിട്ട് വീണ്ടും ഇതിനെ പറ്റിയിട്ട് അതൊക്കെ മറന്നിട്ട് പിന്നെയും മറ്റുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് പോവുക. അല്ലെങ്കിൽ പിന്നെ ആ ചലഞ്ചിനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ പറയണമായിരുന്നു. പറ്റത്തില്ല, സൽമാൻ ഇനി വരത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അത് വിടണമായിരുന്നു. വേറൊരു വീഡിയോ ഇട്ട് സൽമാൻ ഇനി വരത്തില്ല, സൽമാനെ നോക്കണ്ട, സൽമാനെ അന്വേഷിക്കണ്ട, സൽമാൻ കപ്പൽ കയറി വേറെ എവിടെ പോകുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. സൽമാൻ എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഒന്നിന് ജിമ്മിൽ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് സൽമാൻ ജിമ്മിൽ കയറിയില്ല. അല്ലെങ്കിൽ യാസർ ചലഞ്ച് ചെയ്തല്ലോ, ആ പാവം മാനമര്യാദയ്ക്കകത്ത് വർക്കൗട്ട് ചെയ്യാൻ വന്ന പാവത്തിനെ പിടിച്ചിട്ട് ചലഞ്ചിൽ ഏർപ്പെടുത്തിയിട്ട് ലാസ്റ്റ് അതിന് വർക്കൗട്ട് ചെയ്യാനുള്ള മൂഡ് പോലും ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെ മിക്കവാറും ജിമ്മിൽ നിന്ന് വെളിയിൽ പോയതായിരിക്കും. ഇപ്പം പിടിച്ചുകൊണ്ട് വന്നേന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ക്ലിയർ ചെയ്യണമായിരുന്നു. എന്നിട്ട് വേണം മറ്റുള്ള വീഡിയോസൊക്കെ ഇട്ട് മറ്റുള്ളതിനൊക്കെ റിപ്ലൈ കൊടുക്കണമായിരുന്നു. അപ്പം ചലഞ്ചും ചെയ്തില്ല, ആൾക്കാരുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ചലഞ്ചും കാണിച്ചില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡമ്പൽ കേൾ അടിക്കുന്ന 50 കിലോ ഡമ്പൽ കേൾ എടുത്ത് അടിക്കുന്ന ഒരു വീഡിയോയും കാണിച്ച് ഇപ്പം ഫോളോവേഴ്സിനെ ഉൾപ്പെടെ എന്നെ ഉൾപ്പെടെ നമ്മളെല്ലാവരും കൂടെ പൊട്ടനാക്കി. LBS ഡമ്പൽ എടുത്തുകൊണ്ട് വന്നിട്ട് 50 kg പറഞ്ഞിട്ട് ഞാൻ പറ്റിച്ചില്ലേ. അപ്പം ഇത് പറ്റിപ്പോരെ ഉടായ്പ കാണിച്ച് പറ്റിച്ചുകൊണ്ടങ്ങ് പോവാണ്. ഇതൊരു അവസാനം വേണ്ട യാത്രയെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്ലിമെൻസിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഒരു കടയിൽ പോയിട്ട് ട്രെയിനറാണ്, 20 കൊല്ലം കൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു ട്രെയിനറാണ്. സപ്ലിമെൻറ്റ്സ് ഷോപ്പിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് ഇതെന്തിനാ ഇത് കാണുന്നവരെന്ത് വിചാരിക്കും എന്തുവാടി ഇവനിക്കൊന്നും അറിയത്തില്ല, പിന്നെ എന്തിനാണ് ഇതും പറഞ്ഞുകൊണ്ട് അടക്കുന്നതെന്ന് വിചാരിക്കത്തില്ലേ.
അവിടെ പോയിട്ട് ഒരു പ്രോഡക്റ്റ് എന്തുമാത്രം ഞാൻ വിചാരിച്ച്, ഞാൻ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ച് എന്താണെന്നറിയോ, ഇഷ്ടം പോലെ സപ്ലിമെന്റ്സ് പ്രോഡക്റ്റുകളുണ്ട്, എനിക്കറിയാത്ത ഈ ഒരുപാട് സപ്ലിമെന്റ്സ് ഇനിയും മാർക്കറ്റുകളിൽ, ഷോപ്പുകളിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് സപ്ലിമെന്റ്സ് വരുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സമയത്തുള്ള സപ്ലിമെന്റ് അല്ലാതെ ഇഷ്ടംപോലെ സപ്ലിമെന്റ്സ് വരുന്നുണ്ട്, ഒരുപാട് സപ്ലിമെന്റ്സ്. അതിനെയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി അതൊക്കെ നമ്മളെ മുമ്പിൽ ഒന്ന് കാണിക്കുമെന്ന് വിചാരിച്ച്, അതിൻ്റെയൊക്കെ ബെനിഫിറ്റും അതിൻ്റെയൊക്കെ ഉപയോഗവും പ്രൈസിങ് ഒക്കെ. ഇത് അവിടെ ചെന്നിട്ട് 2, 3, 4 കെവിൻ ലെവറോണിയുടെ 4 സപ്ലിമെന്റ്സ് എടുത്ത് വെച്ചിട്ട് പറയുക, അവിടെ നിൽക്കുന്ന ആളോട് ചോദിക്കുക, സെയിൽസ്മാനോടാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ന്യൂട്രീഷൻ ഷോപ്പിൽ, ഞാൻ പറയുന്ന ഏതെങ്കിലും ന്യൂട്രീഷൻ ഷോപ്പിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. പോയി നോക്കി ന്യൂട്രീഷൻ ഷോപ്പിൽ കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ആളോട് ഇതിനെ പറ്റിയിട്ടുള്ള ഇതെന്താണ്, ഇതെന്തിനാണ്, ഇതിനെ പറ്റിയിട്ടുള്ള ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തലയും വായും പൊളന്നിരിക്കുന്ന കാണാം. നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങളല്ലേ കയറി നോക്കൂ, നമ്മൾ ഇവിടെ ആയിക്കോട്ടെ പുറത്തായിക്കോട്ടെ, അവിടെ ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണയില്ലാത്തൊരു ചുമ്മാ ഒരു സെയിൽസ് സ്റ്റാഫിനെ പിടിച്ച് കയറ്റി ഇരുത്തുവാണ്. ഞാൻ തന്നെ ഇവിടെ നമ്മളെ കേരളത്തിൽ തന്നെ എത്ര കടകൾ, പ്രോട്ടീൻ ഹബ്ബ് ഉൾപ്പെടെ, കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് പ്രോട്ടീൻ ഹബ്ബ്. അവിടെ പോയിട്ട് അവിടെ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എങ്ങനെയുണ്ട് മോനെ, റിസൾട്ട് എങ്ങനെയുണ്ട്, കൊള്ളാവിടാനിയാന്ന് ചോദിച്ചു. അപ്പം പറയാം ബബ്ബ അടിക്കുന്നു അവിടെ ഇരുന്നിട്ട്. അതുപോലെയാണ് മറ്റേ പുള്ളി ചോദിക്കുമ്പോഴത്തേക്ക്, യാത്ര ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, ഫ്രീ വർക്കൗട്ടാ, നല്ലതാ, അങ്ങനെ പറഞ്ഞങ്ങ് എങ്ങനെയെങ്കിലും അങ്ങ് തടി ഊരി അങ്ങ് വിടുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് ആ സപ്ലിമെന്റ്സ് ഓരോന്ന് എടുത്തു വെച്ചിട്ട്, ഇത് ഇന്ന സപ്ലിമെന്റ്സ് ആണ്, ഇത് ഇന്നതിന് നല്ലതാണ്, ഇത് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെയും ഒരു ഇത് തോന്നും. അപ്പോൾ അതും അവിടെയും തോൽവിയായി. അപ്പം അങ്ങനെ തോൽവിയായി ചുമ്മാ എന്തിനാണ് യാസറെ സ്വയമേ ഇങ്ങനെ നാറുന്നത്? നിനക്ക് നല്ല കഴിവുണ്ടെന്ന് എനിക്കറിയാം. മറ്റുള്ളവരെ എന്തിനാണ് കുറ്റപ്പെടുത്തി ഈ പറയുന്ന പോലെ വീഡിയോസ് ഇട്ട്? സ്വന്തമായിട്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ചാനൽ ഇത്രയും റീച്ച് ആയല്ലോ, ഒന്നുമില്ലെങ്കിൽ ആ ഒരു നന്ദിയെങ്കിലും അവനോട് കാണിക്കുക. അരുണ് കാരണമാണ് നിന്റെ ചാനലെങ്കിലും ഇത്രയും റീച്ച് ആയത്, ആണോ ഇല്ലയോ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വെച്ച് സോൾവ് ചെയ്ത് വെറുതെ അവൻ്റെ വഴി, അരുണിൻ്റെ വഴിക്ക് പോട്ടെ. ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അരുണ് ഈ പറയുന്ന പോലെ ഇതുപോലെയുള്ള മെഡിസിനെതിരെയൊക്കെ സംസാരിച്ച് മറ്റുള്ളവരെ ഹെൽത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഞാനും അതുകൊണ്ട് മാത്രമാണ് ലാസ്റ്റുള്ള വീഡിയോസിന് അരുണിനെ സപ്പോർട്ട് ചെയ്ത്. കാരണം ശരിയാണ്, എനിക്കറിയാം ഈ സൈഡ് എഫക്റ്റ്, എനിക്കെന്നല്ല യാസറെ നിനക്കും അറിയാം. സ്റ്റിറോയിഡ്സ് പോലുള്ള എൻഹാൻസിങ് ഡ്രഗ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഒരു മനുഷ്യൻ്റെ മരണത്തിന് വരെ കാരണമാവുമെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം അല്ലേ? നിനക്കും സൈഡ് എഫക്റ്റ് വന്നിട്ടുണ്ടായിരിക്കും ഇത് ഉപയോഗിച്ചിരുന്ന സമയത്ത്. യാസറെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നിനക്കും സൈഡ് എഫക്റ്റ് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെന്ന് പറയാൻ പറ്റുമോ? മനസ്സ് ഓപ്പണാക്കി, മനസ്സ് തുറന്ന് വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കുക. ഇത് ഉപയോഗിച്ചിട്ടുള്ളതിനെ പറ്റിയിട്ടും ഇത് ഉപയോഗിച്ചിട്ട് നേരിട്ടുള്ള സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ടും തുറന്ന് സംസാരിക്കുക. അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് ബോധവൽക്കരിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മളെ ബാധ്യതയാണ്. ഇതിനെ പറ്റിയിട്ട് അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എടുക്കുന്നവരായിക്കോട്ടെ, ഇല്ല വേടം പറഞ്ഞ പോലെ, വേടം കാണിച്ചതുപോലെ വേടം കള്ള് പിടിക്കുന്നുണ്ട്, ഈ വേറെ എന്തൊക്കെ ചെയ്യുന്നത് അറിയത്തില്ല, എന്നാലും പബ്ലിക്കിൽ വന്നിട്ട് മക്കളെ സിന്തറ്റിക്കും അതും ഇതൊന്നും ഉപയോഗിക്കരുത്, കഞ്ചാവൊന്നും അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ച ഒരാളാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാനായിക്കോട്ടെ, നീ ആയിക്കോട്ടെ, ഇതിൻ്റെ എപ്പോഴെങ്കിലും ഇറങ്ങാൻ ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനായാലും ഉപയോഗിക്കും, നീ ആയാലും ഉപയോഗിക്കും യാസറെ, നമ്മൾ രണ്ടായാലും ഉപയോഗിക്കും. കാരണം ഇത് ഉപയോഗിച്ച് ശീലിച്ചുകൊണ്ട് ഇതിൻ്റെ ബോഡി ബിൽഡിങ്ങിന് ഇത് വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എടുക്കും. പക്ഷെ അതിനെ പറ്റിയിട്ട് മറ്റുള്ളവർ കൂടെ ഇത് പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും. വെറുതെ ഇതിലോട്ട് ചെന്ന് ചാടരുത്. ഈ ഒരു പ്രൊഫഷണൽ എടുക്കാത്ത ആൾക്കാർ, ഇതിലൊരു പ്രൊഫഷണൽ ആക്കിയെടുക്കാത്ത ഒരുപാട് ആൾക്കാർ ഇതിലോട്ട് ചെന്ന് ചാടുന്നുണ്ട്. എല്ലാ ജിംനേഷ്യത്തിലും ഇന്ന് ഡൈനാബോൾ കിട്ടും, ഡൈനാബോൾ കൊടുക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അനട്രോൾ കൊടുക്കുന്നുണ്ട്, ഇഞ്ചക്ഷനുകൾ കൊടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയുള്ള ആൾക്കാർ ഡൈനാബോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എല്ലാ ജിമ്മുകളിലും, മിക്കുള്ള ജിമ്മുകളിലും. അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർ, അരുണ് പറയുമ്പോഴത്തേക്ക് അത് വേറൊരു രീതിയിലോട്ട് പോകും. കാരണം അരുൺ ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ്, നാച്ചുറലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആൾക്കാർ അത്രയും വിശ്വാസം എടുക്കത്തില്ല. പക്ഷേ നമ്മളിൽ ഒരാൾ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വിശ്വാസമാകും. അറിയാവോ? പാവങ്ങളായ അനിയന്മാർ ഒരുപാട് പേർക്ക് ഇത് കേട്ടിട്ട് അവർ ചിന്തിക്കും, ഇതിലോട്ട് പോകണ്ട, പ്രശ്നമാവും,
നാച്ചുറലായിട്ട് കിട്ടുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്നതും ഇതും കൊണ്ടിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ പൊയ്ക്കോ, ആ മേഖലയിലോട്ട് പൊയ്ക്കോ, ഈ എൻഹാൻസറൊക്കെ ഉപയോഗിക്കുന്ന മേഖലയിലോട്ട് പൊയ്ക്കോ നിങ്ങൾ. പക്ഷെ അതൊരു പ്രൊഫഷണലാക്കി കൊണ്ടുപോകണം. ഇതെടുത്തു കഴിഞ്ഞാൽ നിർത്താനുള്ള പരിപാടി നിർത്താൻ പറ്റത്തില്ല. ഇപ്പം ഞാനിപ്പോൾ സ്റ്റിറോയിഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെച്ച് ഇന്നിപ്പോൾ ഇറങ്ങി ഒരു 30 ദിവസത്തെ കോഴ്സ് ചെയ്ത് അവിടെ കൊണ്ട് നിർത്താൻ പോവല്ല ഞാൻ. അങ്ങനെ നിർത്തണമെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ സൈഡ് എഫക്റ്റ് ആയിരിക്കും കൂടെ കൂടുന്നത്. ഇപ്പം നമ്മൾ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോവും. അങ്ങനാണ് ഇതിൻ്റെ ഇത്. ഇപ്പോൾ സ്റ്റിറോയിഡ് അടിച്ച് നമ്മളിപ്പം ഒരു വർഷം നിന്ന് ജിമ്മിൽ ചെന്ന് കഷ്ടപ്പെട്ട് ബോഡി ബിൽഡ് ചെയ്യുമ്പം അവിടെ ഉണ്ടായി വരുന്നൊരു ഗ്രോത്തും സ്റ്റിറോയിഡ് എടുത്ത് ഉണ്ടായി വരുന്നൊരു ബോഡിയുടെ ഗ്രോത്തും കാണുമ്പോൾ നമുക്കിപ്പം 3 മാസം കൊണ്ട് മസിൽ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അവിടെ ഒരു മോട്ടിവേഷൻ ആവുക. പുല്ല് ഇത്രയും പെട്ടെന്ന് കയറുമെങ്കിൽ എന്നാൽ പിന്നെ കുറച്ചുകൂടെ ചെന്ന് എടുത്ത് കളയാമെന്ന് വിചാരിക്കും. അങ്ങനെ ഡോസ് കൂട്ടി അങ്ങ് കൊണ്ടുപോകും. പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അവർ ട്രെയിനർമാരെ വെച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഡയറ്റും കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള മെഡിസിനും അത്രയും MG ബോഡിക്ക് എത്ര വേണം അതനുസരിച്ചുള്ള MG കൊടുത്ത് ബോഡി ഗെയിൻ ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം ആക്കി കൊണ്ടുവന്നിട്ട് അവസാനം ബോഡിയിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്തും കളയും. അതാണ് അവർ ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാതെ എത്ര പേര് ബോഡിയിൽ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴും. എൻ്റെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്കറിയാം ഇപ്പോഴും വാഷ് ഔട്ട് ചെയ്യാതെ ഒരുപാട് പേര് ബോഡിയിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അറിയത്തില്ല ഇതെന്ത് ചെയ്യണമെന്ന്. അതല്ല, പൈസയില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പം എനിക്ക് പറയാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൽമാനെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അരുണ് പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ ലൈവിൽ അരുണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലൈവ് പകുതി തൊട്ടാണ് കണ്ടത്. കാരണം ഇന്നലെ സമയമില്ല, കുറച്ച് തിരക്കായിരുന്നു. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ നെറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം കുറച്ച് ഭാഗം ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് അരുണ് പറയുന്നുണ്ട്, ഇനി സൽമാനെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല, കാരണം ചലഞ്ചിൻ്റെ ടൈം കഴിഞ്ഞു. അരുണ് ചലഞ്ച് വിട്ടു, ഇനി സൽമാനെ കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ യാത്രേ. ഇപ്പം നീ ഒരു ട്രെയിനറാണ്, ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പം നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കറിയാവുന്ന കാര്യങ്ങൾ നല്ല നല്ല കണ്ടന്റുകളാക്കി വീഡിയോസ് ഇട്ട് അതിലൂടെ ജനങ്ങൾക്ക് ഷെയർ ചെയ്യും. അതാണ്. ഇപ്പം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇപ്പം നമ്മൾ 3 ഇട്ടിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇട്ട് അവരവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് കാര്യം? ഞാൻ എന്താണെന്ന് എനിക്കറിയാം, വ്യാസര നീ എന്താണെന്ന് നിനക്കറിയാം, അരുൺ എന്താണെന്ന് അരുണിനറിയാം. മനസ്സിലായോ? അപ്പം അതല്ല, ഇനി വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു, ഞാനും ചെയ്യാൻ റെഡിയാണ്. അരുണിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ. അപ്പോൾ ഇന്നലെ വീഡിയോയ്ക്കകത്ത് അരുണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇനി ചലഞ്ചുമായിട്ട് ഞാൻ പോകുന്നില്ല, കാരണം ചലഞ്ച് ഇനി വേറെ ആരെങ്കിലുമായിട്ട് പോയി ചെയ്തോളാൻ പറഞ്ഞു. 2 മാസം ചലഞ്ച് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു വർഷം ഒന്നും ആവാറായി. ഇപ്പോഴാണ് സൽമാനെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നത്, അതുപോലെ ബൈസെപ്സുകൾ ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജിമ്മിൽ വെയിറ്റിനെക്കാളും കൂടുതൽ എല്ലാം LBS ആണ്, പൗണ്ടാണ് കൂടുതൽ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സ്വയം നാറാതിരിക്കുക. ഞാനായിക്കോട്ടെ, യാസർ ആയിക്കോട്ടെ, അരുൺ ആയിക്കോട്ടെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അതിന് എന്ത് ഇതിലായാലും, ഈ ബോധവൽക്കരണത്തിൻ്റെ ആയാലും, അതിന് മറ്റുള്ള ഈ പറഞ്ഞിട്ടുള്ള സ്റ്റിറോയിഡിനെതിരെ ആയാലും. സ്റ്റിറോയിഡിനെതിരെ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ. സ്റ്റിറോയിഡിനെതിരെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. സ്റ്റിറോയിഡ് എടുത്താൽ സ്റ്റിറോയിഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, പ്രൊഫഷണലായിട്ട് നിൽക്കാത്ത ആൾക്കാർ ഒരുപാട് പേര് സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ട്. അവർ എടുത്തു കഴിഞ്ഞാലുള്ള നേരിടേണ്ട പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. സ്റ്റിറോയിഡിനെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇനി എൻ്റെ മണ്ടയ്ക്ക് കയറാൻ ഇനി ആൾക്കാർ വരും കേട്ടോ. ബെർണാഡ് സോളമനെ പോലുള്ള ആൾക്കാരെയൊക്കെ അറിയാലോ. അപ്പം ബെർണാഡ് സോളമൻ വന്ന് പറയും, എടാ നീ വന്നിരുന്നിട്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ കുത്തി കയറ്റിയിട്ടല്ലേ ഇടായി സംസാരിക്കുന്നതെന്ന് പറയും. അപ്പം ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, നമുക്കുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതല്ല, ഇതിനൊന്നും എതിരെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് നമ്മളെ യുക്തിക്കനുസരിച്ച് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പം നല്ല രീതിയിൽ അരുണ് പറയുന്നുണ്ട്, നല്ല രീതിയിൽ. പിന്നെ അരുണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയുന്നുണ്ട് ഒരു നേരത്തെ ഭക്ഷണവും ഒരു നേരത്തെ ഫുഡും. പക്ഷെ അവൻ പറയുന്നതിൽ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിൽ ഒരു നൈജീരിയക്കാരനുണ്ടായിരുന്നു. നൈജീരിയാണോ സുഡാനിയാണോ എന്തായാലും ഒരു ഏകദേശം നാട്ടുകാരനെ ഓർക്കുന്നില്ല. അപ്പം അവൻ്റെ ബോഡി, അവൻ ജിമ്മിലും പോകുന്നില്ല, ഒന്നിലും പോകുന്നില്ല. ഈ പറയുന്നത് പോലെ രാവിലെ 2 റൊട്ടി, ഏകദേശം 1-2 മീല് കൊണ്ടിട്ടാണ് അവൻ പോകുന്നത്. പക്ഷെ അവൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ, ഈ ജനറ്റിക് ആയിരിക്കും, പക്ഷെ അവൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ ജിമ്മിൽ പോയി ഇഞ്ചക്ഷൻ അടിച്ച് കയറ്റി സ്റ്റിറോയിഡെല്ലാം അടിച്ച് കയറ്റി ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബോഡിയെ
അതിനേക്കാളും അങ്ങാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ല അടിപൊളി ബോഡിയാണ്. പക്ഷെ അവൻ കഴിക്കുന്നത് ഈ പറയുന്ന പോലെ മറ്റേ ഒന്നോ രണ്ടോ നേരമാണ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അവരെ ജനറ്റിക്കും കൂടെ നോക്കും, നല്ല ജനറ്റിക്സ് ആണ്. അപ്പം ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. അപ്പം എന്തായാലും എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഫുഡ് കഴിച്ച്. ഇപ്പം ഇത് മാത്രമല്ല, ഇതിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് മാത്രമല്ല ആൾക്കാർക്ക് ഇപ്പോൾ സൈഡ് എഫക്റ്റ് വരുന്നത്. ഇപ്പം ഈ പറയുന്നുള്ള പുറത്തുനിന്നുള്ള പൊരിപ്പും അതൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിറോയിഡ് മാത്രം ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടല്ല അസുഖങ്ങൾ വരുന്നത്. പുറത്തുനിന്നുള്ള പൊരിപ്പും ഇതും ഈ ഇടയ്ക്ക് വെച്ച് കൊല്ലത്തുനിന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള കടയിൽ പൊരിപ്പിനകത്ത് ഇപ്പം പൊരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് ഉരുക്കിയിടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടും നമുക്ക് പല പല അസുഖങ്ങൾ, ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും കേട്ടോ. അപ്പം അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഫുഡുകളൊക്കെ കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും അപ്പം എനിക്ക് പറയാനുള്ളത് നല്ല നല്ല കണ്ടന്റുകളൊക്കെ, നല്ല നല്ല ഇതൊക്കെ ചെയ്യാൻ നോക്കുക സാറേ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ കൊണ്ട് നടക്കാതിരിക്കുക. ഓക്കെ, എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.